ഗൈസ് പുതുവിടേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഗൈസ് നമ്മൾ ഇന്നൊരു പഴയൊരു ബിൽഡിങ്ങിനെ ഫുഡ് കോർട്ടാക്കിയിട്ടുള്ള പഴയ ഫുഡ് കോർട്ടായിരുന്നു. അപ്പോൾ ഫുഡ് കോർട്ടാക്കിയിട്ട് കുറച്ച് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. സോ ഇത് ഒരു സാത്തേ കോർണറാണ്. ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. സോ സംഭവങ്ങൾ കുറച്ച് ഫുഡ് ഐറ്റംസ് നമ്മൾ കഴിക്കുന്നുണ്ട്, സെറ്റാക്കി കാണിച്ചു തരാം ഗൈസ്. അപ്പോൾ ഈ ബിൽഡിംഗ് ആണെന്നാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത്. സോ ഈ ലൊക്കേഷൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒരു ക്ലോക്ക് ടവർ കാണാണ്ട്. ലവ് പാ സാറ്റ് എന്നാണ് ഒരു സ്ഥലത്തിൻ്റെ പേര് വേണ്ടത്. ബിക്കമിങ് എ നാഷണൽ മോണുമെൻ്റ് എന്നൊക്കെയാണ് കൊടുത്തിരുന്നത്. 1970s വന്നിട്ടുള്ളതാണ്. സോ ഇതിൻ്റെ ടോപ്പ് വ്യൂ വരുമ്പോൾ ഇങ്ങനെ ഒരു ഹെക്സഗണൽ ഷേപ്പ് പോലെയാണ് വരുന്നത്. മുമ്പ് ഇങ്ങനെയായിരുന്നു, ഇപ്പം ഇങ്ങനെയാണ്. സോ ഉള്ളിൽ നല്ല തിരക്കുണ്ട്. ഇതാണ് നമ്മുടെ സാത്തേ കോർണർ വേണ്ടത്. സോ ഒരു 10 കടകളോളം നമുക്ക് ഇതിന് ചുറ്റും ഇപ്പുറ സൈഡിൽ 5 ഇപ്പുറ സൈഡിൽ 5 ഒക്കെ ആയിട്ട് ഇത് ഈ ചൂടായിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സാത്തേ. ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ആദ്യം വന്നിട്ടുണ്ട്. നമ്മുടെ ഫ്രൈസ് വന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ചിക്കൻ സാത്തേ. പിന്നെ നമ്മൾ ഓർഡർ ചെയ്തത് സീ ഫുഡ് ഐറ്റംസ് ആയിരുന്നു. സീ ഫുഡ് ഫ്രൈഡ് റൈസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് ബേബി കല്യാണം പറഞ്ഞിട്ടുള്ളൊരു ചീര വെറൈറ്റി. ഇത് നമ്മുടെ ബ്ലാക്ക് പെപ്പർ ബീഫാണ്. കിടലൻ സാധനമായിരുന്നു. പിന്നെ ഇത് മീ ഗോറിങ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നൂഡിൽസ് വെറൈറ്റി ആണ്. സംഭവം കിടലാണ്, കുറച്ച് ലൈമൊക്കെ ആയിട്ടൊരു സീൻ സാധനമാണ്. പ്ലീസ് നമ്മളങ്ങനെ ഫുഡ് കഴിച്ച് വന്നിട്ടുണ്ടായിരുന്നു. സോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇത്രയും പഴക്കമുള്ളൊരു ഫുഡ് കോർട്ടിലൊക്കെ പോയി ഫുഡ് അടിക്കുക. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കട, നമുക്ക് ഏത് കടയിൽ നിന്നാണ് കഴിക്കണേന്ന് പോലും പറയാൻ പറ്റും. കാരണം ഞാൻ സാത്തയുടെ കടകൾ കാണിച്ചായിരുന്നു, അതെൻ്റെ 10 ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു കടയിൽ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ ഓരോ ഫുഡ് ഐറ്റംസ് പല കുസീൻസിൻ്റെ കടകളുണ്ട്. അതിനെ ചില കുസീൻസിൻ്റെ 2-3 കടകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് എവിടെ നിന്ന് ഫുഡ് കഴിക്കാൻ എന്താണെന്നൊന്നും മനസ്സിലാവാത്തൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരുന്നു. സോ നമ്മൾ ഇനിയും ഒരു വട്ടം കൂടി പോയാലാണ് കുറച്ചുകൂടി എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുള്ളൂ. സോ ഇത്രയും നമ്മുടെ ഇന്നത്തെ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ്